നമസ്കാരം. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന 2 സീറ്റും എപ്പോഴും 100% വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. എന്നാൽ അതിന് മാറ്റം വരുത്തിയ ഇലക്ഷൻ 2004 ആയിരുന്നു. അന്ന് TK ഹംസ അട്ടിമറി വിജയം നേടിയിരുന്നു. എന്നാൽ അതേ സാഹചര്യമാണ് ഇപ്പോൾ പൊന്നാനിയിൽ നിലനിൽക്കുന്നത്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയും മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കുമായ സമസ്ത എന്ന സംഘടന ലീഗിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് ലീഗ് നേതൃത്വത്തിനും UDFനും ഭയമുണ്ടാക്കിയിരിക്കുന്നത്. കുറച്ചു നാളുകളായി സമസ്തയും ലീഗും തമ്മിൽ അഭിപ്രായ ഭിന്നതയിലാണ്. PMA സലാം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയായി എത്തിയതിനു ശേഷമാണ് അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകുന്നത്. ഒരാഴ്ച മുമ്പാണ് സമസ്ത AP വിഭാഗം നേതാവ് കാസിം കോയ ലീഗിനെതിരെ രംഗത്തെത്തിയിരുന്നത്. അദ്ദേഹം ഇടതുപക്ഷത്തിന് പരസ്യ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സമസ്ത സെക്രട്ടറി തന്നെ ലീഗിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. സമസ്ത കേരള സെക്രട്ടറി ഉമർ ഫൈസി ലീഗ് നേതൃത്വം സമസ്തയെ നിരന്തരം അവഗണിക്കുന്നുവെന്നും ഇതര സംഘടനക്കാരുടെ പരിപാടികളിൽ വിലക്ക് പറഞ്ഞിട്ടും മുസ്ലിം ലീഗ് നേതൃത്വം ചെവിക്കൊള്ളുന്നില്ലെന്നും ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം നിരന്തരം സമസ്ത നേതാക്കളെ അവഗണിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇലക്ഷനിൽ ഇത് ലീഗിനെ ബാധിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ലെന്നും പരോക്ഷമായി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇലക്ഷന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സമസ്തയുടെ പ്രമുഖ നേതാവ് സെക്രട്ടറി തന്നെ ലീഗിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ലീഗിനും UDFനും വലിയ തിരിച്ചടിയാണ് നേടിക്കൊടുത്തിരിക്കുന്നത്. സമസ്തയുടെ അഭിപ്രായങ്ങൾ പാണക്കാട് തങ്ങൾ പോലും അവഗണിച്ചിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോഴത്തെ ലീഗ് നേതൃത്വത്തിൻ്റെ അവഗണനയ്ക്ക് തിരിച്ചടിയുണ്ടാകുമെന്നാണ് ഉമർ ഫൈസി. ഒപ്പം തന്നെ പൊന്നാനിയിലെ CPM സ്ഥാനാർത്ഥി സമസ്ത നോമിനി എന്ന വാദം തെറ്റാണെന്നും അദ്ദേഹം പറയുന്നു. എങ്കിലും CPM സ്ഥാനാർത്ഥി ഹംസയെ തള്ളിപ്പറയുവാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. അതോടൊപ്പം തന്നെ CPM സ്ഥാനാർത്ഥി ഹംസയുടെ ഒരു ആരോപണം മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ചർച്ചയാകുമെന്നും അദ്ദേഹം പറയുന്നു. ഈ ആരോപണം പാണക്കാട് തങ്ങളെ ED ചോദ്യം ചെയ്തതിനു പിന്നിൽ കുഞ്ഞാലിക്കുട്ടിയുടെ കരങ്ങളുണ്ടായിരുന്നു എന്നതാണ് ആരോപണം. ഈ ചോദ്യം ചെയ്യലിനു ശേഷമാണ് തങ്ങൾ അവശനായതെന്നും ആരോപണമുണ്ട്. ഇതാണിപ്പോൾ മുസ്ലിം സംഘടനയുടെ നേതാവ് ഇലക്ഷന് തൊട്ടുമുമ്പ് ലീഗിനെതിരെ ആയുധമായി ഉപയോഗിക്കുന്നത്. ലീഗും UDFും വലിയ ആശങ്കയിലാണിപ്പോൾ. പാണക്കാട് തങ്ങളുടെ അവശതയ്ക്ക് കാരണക്കാർ ലീഗിലെ ഒരു കൂട്ടം നേതാക്കളെന്ന ആരോപണം സമസ്ത തന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് പറയുമ്പോൾ ഇത് മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ മുൻ മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ ഹംസയിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇക്കുറിയും 2004 ആവർത്തിക്കുകയും CPM അപ്രതീക്ഷിതമായി ഒരു സീറ്റ് നേടുകയും ചെയ്യും. നിരന്തരമായി സമസ്തയുടെ നേതാക്കൾ ലീഗിനെതിരെ രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. വെറും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനിയും ഇലക്ഷന് വേണ്ടിയുള്ളത്. പാണക്കാട് തങ്ങളെ തന്നെ മുൻനിർത്തിയാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് സമസ്ത CPM സ്ഥാനാർത്ഥിയുടെ ആരോപണം കൊണ്ടു നിർത്തുന്നത്. ഇത് ലീഗിനെയും UDFനെയും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. CPMന് ഇത് നേട്ടമുണ്ടാക്കുകയും ചെയ്യും.